നമ്മളെ നാട്ടിൽ എവിടെ നോക്കിയാലും തെങ്ങുള്ളതുകൊണ്ട് തന്നെ തേങ്ങക്കൊരു ക്ഷാമമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഈദിന് നമുക്ക് തേങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പുഡിംഗ് ഉണ്ട്. അപ്പോൾ റെഡി അല്ലേ? എല്ലാവരും ഒരു പാക്കറ്റ് പാലെടുത്തോളൂ. എനിക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് ചെറു ചൂടോടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സും ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആൽമണ്ടാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ചൂടാറിന് മുന്നേ തന്നെ നമുക്കൊരു പുഡിംഗ് ട്രേയിൽ കുഴിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. അപ്പോൾ ഞാൻ 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു പാനിൽ ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയായി കിട്ടും. ഇതുപോലെ ഇനി നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വേണ്ടി വെച്ച പുഡിംഗ് എടുക്കുക. അപ്പോൾ അത് നമ്മുടെ ട്രെയിനിലൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഒരു സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കണത് തന്നെ കാണുള്ളൂ. പിന്നെ പാത്രം കാലം ഇവിടെ വഴി അറിയില്ല. ഇവിടുത്തെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു പുഡിംഗ് ഉണ്ടാക്കി കേൾക്കാൻ തോന്നുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ അല്ലേ?